നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നുമല്ല ഇന്നലെ സുമി നിനക്ക് പിടിപ്പില്ലാത്തവളായത്. ഈ കുടുംബം ഇത്രയും കാലം ഇങ്ങനെ ഓടിപ്പോയത് അവളുടെ ഒരുത്തിയുടെ പിടിപ്പ് കൊണ്ട് മാത്രമല്ലേ? ഓ തുടങ്ങി. അല്ലേലും എനിക്കറിയായിരുന്നു. പണ്ടേ സുമിയെ പറഞ്ഞ ചന്ദ്രേട്ടന് പിടിക്കില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, കാര്യങ്ങളുടെ കിടപ്പുവശം ഒക്കെ നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് ചന്ദ്രേട്ട. അനുരാധയ്ക്ക് ന്യായമായും നന്ദുവിനോടല്ലേ താല്പര്യം കൂടുതലുണ്ടാവുക. അവളല്ലേ നിതീഷിന്റെ ഭാര്യ. അനുരാധയുടെ മോൻ നിതീഷ് അല്ലേ, ഗിരിയല്ലല്ലോ. അങ്ങനൊരു വ്യത്യാസം അവർക്കുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആ എന്നാ അതുണ്ട്. എനിക്കും ഈ അടുത്തിടെ അത് മനസ്സിലായത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അനുരാധയെ ചന്ദ്രേട്ട. നന്ദു കാരണം നമുക്ക് ആ കുടുംബത്തിൽ ഇപ്പൊ വലിയ വിലയായി. അതൊക്കെ നിക്കട്ടെ, നാളത്തെ വിരുന്നിന് നീ ഗിരിയും സുമിയും ക്ഷണിച്ചോ? അതോ വിലയും മതിപ്പോ കളക്കുന്നതിന്റെ ഇടയ്ക്ക് അതും മറന്നോ? ആ വിളിച്ചു. നാളെ നിതീഷ് മോനെ നന്ദുവും വരുമ്പോ കൂടെ വന്നേക്കണമെന്ന് ഞാൻ സുമിയോട് പറഞ്ഞിട്ടുണ്ട്. ഗിരിയോട് അവള് പറഞ്ഞോളൂ. ഞാനൊന്ന് നടു നിവർത്തട്ടെ. നാളെ അടുക്കളയിൽ പിടിപ്പത് പണിയുള്ള ദിവസമാ. എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. അതെ, പുസ്തകമൊക്കെ മടക്കി കിടക്കാറാവുമ്പോ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കരുത്. എന്താ പറയാനുള്ളത്? ഗിരിക്ക് നാളെ ഉച്ചയ്ക്ക് എന്താ പരിപാടി? നാളെ വേറെന്താ, ഓഫീസ് ജോലി തന്നെ. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ഫ്രീ ആവാൻ പറ്റുമോ? നീ കാര്യം പറ സുമി, എന്നിട്ട് പറയാൻ ഫ്രീ ആവാൻ പറ്റൂല. നാളെ നന്ദുവിനും നിതീഷിനും എന്റെ വീട്ടിലൊരു വിരുന്ന് കൊടുക്കുന്നുണ്ട്. അവര് പുതുമോടിയല്ലേ, അവർക്ക് വിരുന്ന് കൊടുക്കുന്നതിന്റെ കൂടെ നമ്മളെയും കൂടെ വിളിച്ചിട്ടുണ്ട് അമ്മ. ഞാനില്ല, എന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെ ഒറ്റയടിക്ക് പറ്റില്ലെന്ന് പറയില്ലേ ഗിരി? പിന്നെ ഞാൻ എന്തു പറയണം സുമി? ആ വെറുക്കപ്പെട്ടവന്റെ കൂടെ വന്നിരുന്ന് സദ്യ ഉണ്ടാവുന്നോ? മറ്റെവിടെ അല്ലല്ലോ ഗിരി, എന്റെ വീട്ടിലല്ലേ. എന്റെ അമ്മ ഇന്നിവിടെ വന്നിരുന്നു. വിരുന്നിന് നമ്മളെയും കൂടെ ക്ഷണിച്ചിട്ടാ പോയത്. പോവാതിരുന്ന അവർക്ക് എന്ത് തോന്നും? ഈ ചോദിക്കുന്നതിന്റെയൊക്കെ ഉത്തരം നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ സുമി? ഗിരി, ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഗിരി നാളെ വരണം. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോ ശരിക്കും ബുദ്ധിമുട്ടിലാവുന്നത് ഗിരിയാണെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഗിരി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. ഇപ്രാവശ്യത്തെ കൂടി എനിക്ക് വേണ്ടി ഗിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ പ്ലീസ്. ആ ശരി, ഞാൻ വരാം. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.